പറ്റുന്നില്ല, വണ്ടി ഓടിക്കാൻ പറ്റാത്തൊരവസ്ഥയിലായി. ഈ അടുത്ത് ഡെവലപ്പ് ചെയ്തൊരു സ്ഥലമാണ് പാഞ്ചാലിമേട്. പിന്നെ റോഡ് വളരെ മോശമെന്ന് വെച്ചാൽ വളരെ മോശം. കോടയും ഉണ്ടായിരുന്നു, അതിൻ്റെ ഒപ്പം മഴയും. പിന്നെ റോഡ് മോശം, ചെറിയ റോഡുമാണ്, ഭയങ്കര വളവൊക്കെ. അങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റാതെ ഏറ്റവും അടുത്ത് കണ്ട ഹോം സ്റ്റേയിൽ കയറിയതാണ്. അങ്ങനെ INB ട്രിപ്പിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് കിടക്കുകയാണ്. അങ്ങനെ കാഞ്ഞിരപ്പള്ളി കോട്ടയം കഴിഞ്ഞു നേരെ പോകുന്നത് തൊടുപുഴയാണ്. പോകുന്ന റൂട്ട് കുട്ടിക്കാനം വാഗമൺ വഴിയാണ്. നമ്മുടെ ആദ്യത്തെ സ്റ്റോപ്പ് പാഞ്ചാലിമേടാണ്. ഇവിടുത്തെ കുറച്ച് കാഴ്ചകളെ കണ്ടിട്ട് നമുക്ക് ഇനി മുന്നോട്ട് പോകാം. കൊടും മഴ കാരണമാണ് നമ്മൾ വ്ളോഗിങ് അധികം ചെയ്യാൻ പറ്റാതിരുന്നത്. പാഞ്ചാലിമേടാണ്. പാഞ്ചാലിമേട് 10 രൂപ ടിക്കറ്റ് ഉണ്ട്. എല്ലാം കഴിഞ്ഞ് മുന്നോട്ട് വന്നു. ലേശം ക്രൗഡുണ്ട്, ടൂറിസ്റ്റുകളൊക്കെ ഉണ്ട്, പക്ഷേ ഭയങ്കര ക്ലീനാണ്. ഈ അടുത്ത് ഡെവലപ്പ് ചെയ്തൊരു സ്ഥലമാണ് പാഞ്ചാലിമേട്. കുട്ടിക്കാനത്തേക്ക് പോകുന്ന റൂട്ടിൽ നിന്ന് 4.5 കിലോമീറ്റർ മുന്നോട്ട് വന്നാൽ നമുക്ക് ഇവിടെ എത്താൻ പറ്റും. ഇപ്പം ഞാൻ നടക്കുന്ന വഴി മാത്രമേ ഉള്ളൂ, എന്താ പറയുക, ഒരു പേയ്മെൻറ്റോ കാര്യമൊന്നും ഇല്ലാതെ. ബാക്കി ബാക്കിലെല്ലാ കംപ്ലീറ്റ് ഏരിയയും പെയ്ഡ് ഏരിയയാണ്. നല്ല വൃത്തിയുണ്ട്, നല്ല ക്ലീനാണ്. പിന്നെ പോലീസ് ഗാർഡും കാര്യങ്ങളെല്ലാവരും ഉണ്ട് ഇവിടെ. പിന്നെ അവിടെ ചെടിയും കാര്യമൊക്കെ നട്ടുകൊണ്ടിരിക്കുന്നു, നല്ല ഭംഗിയാക്കുന്നുണ്ട് ഇവിടെ. അതുകൊണ്ട് ഇവിടെ വരുന്നവർ തീർച്ചയായും റീസൈക്കിൾ ബിന്നുണ്ട് ഇവിടെ, അത് ഉപയോഗിക്കുക വേസ്റ്റ് കളയാൻ. അനാവശ്യമായിട്ട് അവിടെ ഇവിടെയൊക്കെ വേസ്റ്റ് ഇടാതിരിക്കുക. ഇതിൻ്റെ അകത്തൊരു കടയുണ്ട്, അതിൻ്റെ സൈഡിൽ തന്നെ ബിന്നുണ്ട്. പിന്നെ പുറത്തുമുണ്ട്. പിന്നെ ഇരിക്കാനൊക്കെ നല്ല സൗകര്യമുണ്ട്. ഭയങ്കര നല്ല ഡെവലപ്ഡാണ് ഇവിടെ. ഇവിടെ റീസെൻ്റ്ലി വളരെ അടുത്താണ് ഈ ഒരു ഏരിയ ഡെവലപ്പായത്. പിന്നെ ഇതുവരെ ഇങ്ങോട്ട് വരുന്ന വഴിയൊക്കെ നല്ല മഴയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ആ വരുന്ന വഴിക്കുള്ള ഷോർട്സോ കാര്യങ്ങളൊന്നും എടുക്കാതിരുന്നത്. എന്നോട് പെട്ടെന്ന് തിരിച്ചു പോകാനാണ് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ അധികം മുന്നോട്ട് പോകുന്നില്ല. പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ ഗാർഡ്സിനാണ് ചോദ്യങ്ങൾ വരിക, എന്ത് പറ്റിയെന്ന്. ഇടിമിന്നലൊക്കെ നല്ല ഇടി, നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമെന്ന് അറിയില്ല. ഏതായാലും അത് രണ്ടിനും കൂടെ നടന്നിട്ട് തിരിച്ചു പോകണം. അടുത്ത സ്റ്റോപ്പ് കുട്ടിക്കാനാണ്. അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ സ്പൈസക്കാരും മേടിക്കാനാണ് വീട്ടിലേക്ക്. അതിനുശേഷം ഇന്ന് വാഗമൺ എങ്കിലും എത്തണം. ഇന്നും മിനിമം വാഗമൺ എത്തണം. പറ്റുമെങ്കിൽ തൊടുപുഴ തന്നെ പിടിക്കണം.
അങ്ങനെ പാഞ്ചാലി മേടുന്ന് തിരിച്ചിറങ്ങി. നല്ല മഴയാണ്. ഇതാ ബൈക്ക് അവിടെ കിടപ്പുണ്ട്. ബൈക്കിൻ്റെ ഫ്രണ്ട് ടയറിൻ്റെ എയർ കുറവാണ്, അത് അടിക്കണം. അതിപ്പോൾ അതിന് കുട്ടിക്കാനെ അടിക്കണം, അല്ലെങ്കിൽ പണി കിട്ടും. ഈ ചേട്ടൻ്റെ കടയിൽ നിന്നൊരു ചായയും ഒരു കടിയും കഴിച്ചു. അത് ഇവിടെ ഈ ഏരിയയിൽ മാത്രം കിട്ടുന്നൊരു കാപ്പിയുണ്ട്, കട്ടൻ കാപ്പി. അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഈ ഏരിയയിൽ കിട്ടുന്നത്. ഒരു നാടൻ പൊടിയാണത്. നീൽഗിരി കാപ്പി അങ്ങനത്തോണ് അതിൻ്റെ പേര്. ഞാനത് ഇവിടെ ഇടുക്കി എപ്പോൾ വന്നാലും വീട്ടിലേക്ക് 1-2 പാക്കറ്റ് മേടിക്കാറുണ്ട്. കാര്യം മഴ വീണ്ടും കൂടി. ഇന്ന് എങ്ങനെയാണ് ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് ഒരു പിടിയില്ല. ചേട്ടൻ്റെ പേരെന്താ? കുട്ടിച്ചൻ. അങ്ങനെ കുട്ടിച്ചൻ ചേട്ടൻ്റെ കടയിൽ നിന്ന് ഇറങ്ങാറായി. നേരം പണി കിട്ടും. സമയം 6 മണി അടുക്കുകയാണ്. പക്ഷെ എന്നിട്ടും നല്ല വെളിച്ചമുണ്ട് മുകളിൽ. ഇടുക്കിയിലെ കോട്ടയം കുമിളി റൂട്ടിലെ വളിഞ്ഞങ്ങാനം വെള്ളച്ചാട്ടമാണ് നമ്മളുടെ അടുത്ത സ്റ്റോപ്പ്. ഈ വെള്ളച്ചാട്ടം ഹെയർ പിൻ വളവിലാണുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ അടുത്തെത്തി കഴിഞ്ഞിട്ടാണ് പലപ്പോഴും പലരും ബ്രേക്ക് ഇടാറ്. അത് വളരെ ഡേഞ്ചറാണ്. അതുകൊണ്ട് ഇതുവഴി വരുന്നവർ അത് ഒന്ന് ശ്രദ്ധിക്കണം. അങ്ങനെ ഞാൻ കുട്ടിക്കാനെത്തി. ഞാൻ കുറച്ച് സ്പൈസും കാര്യങ്ങളൊക്കെ മേടിച്ചു വീട്ടിലേക്കുള്ളതാണ്. പിന്നെ ഇതായി ചേട്ടൻ്റെ കടയിൽ നിന്ന് കുറച്ച് ചായയും കാപ്പിയുടെ പണ്ട് ഞാൻ ഈ ചേട്ടൻ്റെ കടയിൽ വന്ന് മേടിച്ചിരുന്നു. പക്ഷെ അന്ന് ഞാൻ രാത്രി എൻ്റെ കൂട്ടുകാരൻ്റെ കൂടെ 2 വട്ടം വന്നിരുന്നു. അങ്ങനെ വീട്ടുകാർക്കെല്ലാം ആ സാധനം ഇഷ്ടമായി. നമ്മൾ അവിടെ ലോക്കലിൽ കിട്ടുന്നതിനെക്കാട്ടിയും വളരെ നല്ല സാധനം നല്ല റേറ്റിലും കിട്ടുന്നുണ്ട്. ആദ്യമായിട്ടാണ് ഗ്രാമ്പൂ ഒക്കെ ഇത്രക്ക് ഫ്രഷായിട്ട് എരിവോട് കൂടി കിട്ടുന്നത്. അത് ഇവിടുന്നാണ് മേടിച്ചിരുന്നത്. പിന്നെ ഇവിടെ ചേട്ടൻ്റെ അടുത്തെല്ലാം കാലിയായിപ്പോയി. എന്താ മൊത്തം കാലിയായിരിക്കും. നാളെ ഉള്ളൂ. ചേട്ടൻ തന്നെ അപ്പുറത്ത് പോയി മേടിച്ചോളാൻ പറഞ്ഞു. അവിടെ സൊസൈറ്റിയുടെ PMCS ഇവിടുത്തെ കോർപ്പറേറ്റ് സൊസൈറ്റിയാണ്. ഇപ്പോൾ ഞാൻ ഇവിടുത്തെ ലോക്കൽ കാപ്പിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഒരു പീരിമേട് മറ്റേ പാഞ്ചാലിമേട് ഞാൻ കുടിച്ച കാപ്പിയുടെ പൊടിയാണിത്. അത് ഇത് ഇവിടെ മാത്രമേ കിട്ടുള്ളൂ. ഈ ഒരു ഏരിയയിൽ കിട്ടുന്നത്. വേറെ കിട്ടുമോയെന്ന് എനിക്കറിയില്ല. ഞാൻ ഇവിടെ എപ്പോഴും വരുമ്പോൾ എടുത്തുകൊണ്ട് പോകുന്നത്. വേണ്ട, ബാഗ് ഫുള്ള് നിറഞ്ഞിരിക്കുകയാണ്. ഇതിനായിട്ട് ഒരുപാട് സാധനങ്ങളൊക്കെ ഞാൻ വീട്ടിലേക്ക് പാർസൽ അയച്ചു, കുറച്ച് സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ട്. നല്ല മഴയാണ്. വാഗമൺ കഴിഞ്ഞ് മൂലമറ്റെങ്കിലും പിടിക്കണം. അവിടുന്ന് പറ്റുവാണെങ്കിൽ ഇന്ന് തന്നെ തൊടുപുഴയും പിടിക്കണം. ഇപ്പം ഇരുട്ടായി തുടങ്ങി. മഴയാണ്. പോകുന്ന വഴി ഏലപ്പാറ റൂട്ട് നല്ല റൂട്ടാണ്, നല്ല സീനറി ഒക്കെയാണ്. പക്ഷേ മഴയായതുകൊണ്ട് ഒന്നും ആസ്വദിക്കാൻ പറ്റില്ല. അങ്ങനെ തന്നെ പോകണം. പിന്നെ നിങ്ങൾ കുട്ടിക്കാനെ വരികയാണെങ്കിൽ ഇവിടെ വന്നാൽ സാധനം കിട്ടും. പെട്രോൾ പമ്പിൻ്റെ അവിടുന്ന് വാഗമണക്കുള്ള ടേണിംഗ് ഉണ്ട്. അവിടെ സൈഡിൽ തന്നെയാണ് കട. ഇങ്ങനെ വണ്ടിയുടെ ടയറിൻ്റെ വർക്ക് ചെയ്തു. ഈ ചേട്ടൻ്റെ കടയിൽ നിന്നാണ് ചെയ്തത്. ശാലോം ടയർസ്, ഏലപ്പാറ, കുട്ടിക്കാരനടുത്ത്. അപ്പോൾ നീ സേഫായിട്ട് മുന്നോട്ട് പോകാൻ വിചാരിക്കുക. അങ്ങനെ വാഗമൺ തന്നെ ഞാൻ റൂമെടുത്ത ശേഷം ഞാൻ ഭക്ഷണം കഴിച്ചു വന്നു. നല്ല ചൂടുവെള്ളം കിട്ടുന്ന റൂമാണ്. ഇതാണ് ഞാൻ താമസിക്കുന്ന റൂം. ചിൻകീസ് ഹോം സ്റ്റേ എന്ന് പറഞ്ഞിട്ടാണ് റൂമിൻ്റെ പേര്. പിന്നെ ഇവിടെ ക്യാമ്പ് ഫയർ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ട്രക്കിങ്
അതേപോലെ സഫാരി, ജീപ്പ് സഫാരി കാര്യമൊക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യും. കാരണം ഈ ചേട്ടനാണ് കാര്യങ്ങളൊക്കെ ചെയ്തു തന്നത്. 800 റുപ്യയുടെ റൂമാണ്, കുഴപ്പമില്ല, നല്ല റൂം തന്നെയാണ്. പിന്നെ ടൗണിൽ പോയി നല്ല കപ്പ ബിരിയാണി കഴിച്ചു. ഇവിടെ വന്നു കഴിഞ്ഞാൽ കഴിക്കേണ്ട സാധനം കപ്പ ബിരിയാണിയും ഒരു ഡബിൾ ഓംലെറ്റ് 1 സൈഡും പിന്നെ കട്ടൻ കാപ്പിയും. നല്ല കോമ്പിനേഷനാണ്. മൊത്തം ഭയങ്കര വില എടുത്തവർ, 120 റുപ്യയോടെ എടുത്തു അവർ, ഭയങ്കര വിലയാണ്. പിന്നെ റോഡ് വളരെ മോശമെന്ന് വെച്ചാൽ വളരെ മോശം. കോടയും ഉണ്ടായിരുന്നു, അതിൻ്റെ ഒപ്പം മഴയും. പിന്നെ റോഡ് മോശം, ചെറിയ റോഡുമാണ്, ഭയങ്കര വളവൊക്കെ. അങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റാതെ ഏറ്റവും അടുത്ത് കണ്ട ഹോം സ്റ്റേയിൽ കയറിയതാണ്. ഒന്നും പറ്റുന്നില്ല, വണ്ടി ഓടിക്കാൻ പറ്റാത്തൊരവസ്ഥയിലായി. അങ്ങനെയാണ് ഞാൻ ഈ ഹോം സ്റ്റേയിൽ ഇങ്ങോട്ട് എത്തിയത്. ഇന്ന് എങ്ങനെയെങ്കിലും മൂലമറ്റ അല്ലെങ്കിൽ തൊടുപുഴയായിട്ട് പിടിക്കുന്നുണ്ടായിരുന്നു. അതായത് നാളെ രാവിലെ വീണ്ടും യാത്ര തുടങ്ങും. പറ്റുമെങ്കിൽ വാഗമൺ ഏരിയയ്ക്ക് ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് തൊടുപുഴയ്ക്ക് പോകും.